ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബിവോക്ക് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് തേർഡ് സെമ്മിലെ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡൈജസ്റ്റീവ് ഡിസീസസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് ഡിസീസസ് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞു പോവുകയും അതുവഴി നമ്മുടെ ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന എനർജി ഫ്യൂവൽ നഷ്ടമാവുകയുമാണ് ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ബോഡി സ്ട്രക്ചറിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പോകുന്നതിലൊക്കെ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഡൈജസ്റ്റീവ് ഡിസീസസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റൊമക്ക് അപ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചില എന്താ പറയുക അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കോളൻ ക്യാൻസേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കോളനിൽ മാത്രമല്ല നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ക്യാൻസർ വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റൊമക്ക് അപ്സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്രാക്റ്റിൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ലിവർ, ഗോൾ ബ്ലാഡർ, പാൻക്രിയാസിനൊക്കെ തന്നെയും ഈ ഒരു ഡൈജസ്റ്റീവ് ഡിസീസസ് ബാധിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻസ് നമ്മുടെ ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുക. അതുവഴി നമ്മുടെ ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈനിൽ ഒരു സ്മോൾ സാക്സ് രൂപപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. നെക്സ്റ്റ് പറയുന്നത് ഡൈവർട്ടിക്കുലോസിസ് ആണ്. ഡൈവർട്ടിക്കുലോസിസ് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു സാക്ക് അല്ലെങ്കിൽ ഒരു പൗച്ച് നമ്മുടെ ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈൻ വിച്ച് പ്രൊഡ്യൂസ് ത്രൂ ദ ഇൻറ്റസ്റ്റൈനൽ വാൾസ്. നമ്മുടെ ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാവുക. അത് പിന്നീട് നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ വാളിലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ട പോലെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇത്തരത്തിലുള്ള സാക്കുകൾ നമ്മുടെ ബവലിനെ എന്ത് ചെയ്യുന്നു? വീക്കൻ ആക്കുന്നു, അല്ലെങ്കിൽ ആകെ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ദുർബലമാക്കാനൊക്കെ ആയിട്ടുള്ള ശേഷിയുള്ളവയാണ്. നെക്സ്റ്റ് പറയുന്നത് എഡിമയാണ്. എഡിമ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് റിട്ടൻഷനെയാണ് എന്ന് പറയുന്നത്. എഡിമ കണ്ടീഷൻ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുക, നീര് വയ്ക്കുന്ന കണ്ടീഷനെയാണ് എഡിമ എന്ന് പറയുന്നത്. അടുത്തത് എൻസെഫലോപ്പതിയാണ്. എൻസെഫലോപ്പതി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലിവർ എന്ത് ചെയ്യുക? അതിൻ്റെ ഫങ്ഷൻസ് മറന്നു പോവുക അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ എൻസെഫലോപ്പതി എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ അതുവഴി നമ്മുടെ നമ്മുടെ ലിവറിലോട്ടുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയിൽ തടസ്സങ്ങൾ നേരിടുക അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ സംഭവിക്കുന്നതിലൂടെയാണ് ഈ ഒരു എൻസെഫലോപ്പതി എന്ന് പറഞ്ഞുള്ള കണ്ടീഷൻ ഉണ്ടാവുന്നത്. അടുത്തത് എൻഡോസ്കോപ്പിയാണ്. എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മെത്തേഡിൽ അതായത് ഒരു ഫിസിക്കൽ എക്സാമിനേഷനാണ്. ഒരു ലൈറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ഒരു ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനുള്ളിലോട്ട് കടത്തുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. ഈ എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൗത്തിലൂടെ കയറ്റിയിട്ട് നമ്മുടെ ആനസ് വരെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് എവിടെയാണ് എക്സാമിൻ ചെയ്യേണ്ടത് അവിടേക്കാണ് എന്നു പറയുന്നത് നമ്മൾ ഈ ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് രക്തത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് എൻഡോസ്കോപ്പി നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ വ്യത്യസ്തമാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റമക്ക് മാത്രം ഉൾക്കൊള്ളുന്നതല്ല, നമുക്ക് മൗത്ത് മുതൽ ആനസ് വരെയുള്ള ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അവിടെ വരെയുള്ള ഭാഗത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഏത് ഭാഗമാണോ നമുക്ക് നിരീക്ഷിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മളെ പേരുകൾ മാറ്റി പറയാറുണ്ട്. ഇപ്പോൾ ഈസോഫാഗസിലാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസോഫാഗോസ്കോപ്പി എന്നും, സ്റ്റൊമക്കിലാണെങ്കിൽ ഗ്യാസ്ട്രോസ്കോപ്പി, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അപ്പർ എൻഡോസ്കോപ്പി, ലോവർ പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ സിഗ്മോയിഡോസ്കോപ്പി, പിന്നെ എൻറ്റയർ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണെങ്കിൽ നമ്മൾ കൊളോണോസ്കോപ്പി എന്നൊക്കെയാണ് പേരുകൾ പറയാറുള്ളത്. അടുത്തത് പറയുന്നത് എൻഡോസോണോഗ്രാഫിക്കാണ്. എൻഡോസോണോഗ്രാഫിക്കിൻ്റെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഓർഗൻസിനൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് കാണാനായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിലുള്ള അബ്നോർമാലിറ്റീസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് നമുക്ക് ഈസോഫാഗസിലോ സ്റ്റൊമക്കിലോ പാൻക്രിയാസിലോ രക്തത്തിലൊക്കെയുള്ള ട്യൂമേഴ്സിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു അൾട്രാസൗണ്ട് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഇൻ ദ റെക്ടം ultrasound can be used to locate the exact position of tear in a muscle. Even
ബിഫോർ ബവൽ ഇൻകോണ്ടിനൻസ് ബിക്കംസ് എ പ്രോബ്ലം. നമുക്കിപ്പോൾ രക്തത്തിലൊക്കെ സാധാരണ ഇത്തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാനേഴ്സൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് മോശം മര്യാദയ്ക്ക് പോവാതിരിക്കുന്ന കണ്ടീഷനിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എവിടെയാണ് അല്ലെങ്കിൽ ഏത് മസിലിനാണ് മൂവ്മെൻറ്റ് ഇല്ലാതെ വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അടുത്ത് വരുന്നത് എനിമിയാണ്. എനിമ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ടു ദ റെക്റ്റം ആൻഡ് കോളൻ ടു ഇൻഡ്യൂസ് എ ബബൽ മൂവ്മെൻറ്റ്. നമുക്ക് എന്താണ് നമ്മുടെ വയറ് കഴുകുന്നത് നമ്മൾ പറയാറുണ്ട്. ആ ഒരു കണ്ടീഷനാണ് എനിമ എന്ന് പറയുന്നത്. ഒരു ഫ്ലൂയിഡ് നമ്മുടെ റക്റ്റത്തിലോട്ട് കൊടുക്കുക. ആൻഡ് കോളൻ ടു ഇൻഡ്യൂസ് എ ബവൽ മൂവ്മെൻറ്റ്, നമ്മുടെ ബവൽ മൂവ്മെൻറ്റ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എനിമ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സർജറീസിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് എന്ത് തരാറുണ്ട്, എനിമാസ് കൊടുക്കാറുണ്ട്. അടുത്ത പറയുന്നത് എപ്പിഡ്യൂറൽ കത്തീറ്റർ ആണ്. എപ്പിഡ്യൂറൽ കത്തീറ്റർ എന്ന് പറയുന്നത് ഒരു സ്മോൾ ട്യൂബാണ്. അത് നമ്മുടെ എന്താണ് അത് എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് ബിറ്റ്വീൻ ദ സ്പൈനൽ കോഡ് ആൻഡ് സ്പൈനൽ കോഡോ അതുപോലെ തന്നെ സ്പൈനൽ കോളത്തിന് ഇടയിലോട്ടാണ് നമ്മൾ ഈ ഒരു സ്മോൾ ട്യൂബിന് നമ്മൾ കടത്തുന്നത്. പെയിൻ മെഡിക്കേഷൻ ഈസ് ദെൻ ഡെലിവേർഡ് ത്രൂ ദ ട്യൂബ് നമ്പറിങ് ദ ലോവർ അബ്ഡോമിനൽ ഏരിയ. പെയിൻ മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു എപ്പിഡ്യൂറൽ കത്തീറ്ററൊക്കെ ആയിട്ടുള്ളത് നമുക്ക് അനസ്തേഷ്യൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു ട്യൂബിലൂടെ നമ്മുടെ ഏത് മെഡിസിനാണോ പേഷ്യൻറ്റ് കൊടുക്കേണ്ടത് ആ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുന്നു. പിന്നെ നമ്പിങ് ദ ലോവർ അബ്ഡോമിനൽ ഏരിയ, അതുവഴി നമുക്ക് എന്താണ് നമ്മുടെ ലോവർ അബ്ഡോമിനൽ ഏരിയയിലെ മരവിപ്പ് നമ്മൾ സർജറി ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിസേറിയനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് നമ്മുടെ എപ്പിഡ്യൂറൽ സ്പേസിലോട്ട് മെഡിസിൻ കൊടുത്തിട്ടാണ് പേഷ്യൻറ്റ് ബോധം കെടുത്തി ഓപ്പറേഷൻ ചെയ്യുന്നത്. അടുത്തത് ഈസോഫാഗൽ മാനോമെട്രിയാണ് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ ഈസോഫാഗസ് ഡ്യൂറിങ് സ്വാലോയിങ് ടു ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് പ്രോബ്ലംസ് ഇൻ ദ അപ്പർ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈസോഫാഗൽ മാനോമെട്രി എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റിൽ എന്താണ് മെഷർ ദ സ്ട്രെങ്ത് ആൻഡ് കോർഡിനേഷൻ ഓഫ് ദ ഈസോഫാഗസ്. നമ്മുടെ ഈസോഫാഗസിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, എത്രത്തോളം കോർഡിനേഷൻ നമ്മുടെ ഈ ഒരു സ്വാലോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഴുങ്ങുമ്പോൾ എത്രത്തോളം കോർഡിനേഷൻസ് അവിടെ നടക്കുന്നുണ്ട്, ഇല്ലേ നമ്മുടെ ഈസോഫാഗസിന് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസോഫാഗൽ മാമോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഈസോഫാഗസ് ആണ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡ് പൈപ്പാണ്. ഇതിൽ നമ്മുടെ മൗത്തും സ്റ്റൊമക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് ഈസോഫാഗസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫെമിലിയൽ പോളിപോസിസ് ആണ്. ഇതെന്ന് പറഞ്ഞൊരു റയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ടെൻഡിങ് ടു റൺ ഇൻ ഫാമിലീസ് ഇൻ വിച്ച് ദ മോയ്സ്ചർ ലെയർ ഓഫ് ടിഷ്യൂ ലൈനിങ് ദ കോളൻ ഈസ് കവേർഡ് വിത്ത് പോളിപ്സ്. അതായത് ഫെമിലിയൽ പോളിപോസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റയർ ആയിട്ടുള്ള കണ്ടീഷനിൽ എന്താണ് ഇൻ വിച്ച് ദ മോയ്സ്ചർ ലെയർ ഓഫ് ടിഷ്യൂ ലൈനിങ് ദ കോളൻ ഈസ് കവേർഡ് വിത്ത് പോളിപ്സ്. അതായത് നമ്മുടെ ആ ഒരു എന്താ പറയുക കോളൻ്റെ ആ ഒരു ലൈനിങ്ങിൽ എന്താണ് പോളിപ്സ് ഉണ്ടാകുന്ന കണ്ടീഷൻ. പോളിപ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കൊരു സിസ്റ്റ് പോലെ ഉണ്ടായിട്ട് അതിനുള്ള വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടാവാം. നെക്സ്റ്റ് പറയുന്നത് ഫീക്കൽ ഡൈവേർഷനാണ്. ഫീക്കൽ ഡൈവേർഷൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ക്രിയേഷൻ ഓഫ് എൻ ഓപ്പണിംഗ് ഓഫ് പാർട്ട് ഓഫ് ദ കോളൻ. അതായത് നമുക്ക് സാധാരണയായിട്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യപ്പെടാതിരിക്കുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ കോളനിൽ എന്ത് ചെയ്യണം, ഒരു ഓപ്പണിംഗ് ഇടാണ്. ആ ഓപ്പണിംഗ് ഇട്ടിട്ട് എന്ത് ചെയ്യണം, അവിടെ വെച്ചിട്ട് നമുക്ക് ഒരു നമ്മളവിടെ വെച്ചിട്ട് നമ്മുടെ മോഷനെ കളക്ട് ചെയ്യുന്നൊരു രീതിയാണ് ഫീക്കൽ ഡൈവേർഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ഇതുപോലെ തന്നെ ഓപ്പണിംഗ് ഇട്ടിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ മോഷൻ അവിടെ വെച്ചിട്ട് കളക്ട് ചെയ്യാറുണ്ട്. അടുത്ത പറയുന്നത് ഫീക്കൽ ഇൻകോണ്ടിനൻസ് ആണ്. ഫീക്കൽ ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു റീറ്റെയിൻ ഫുഡ് റിസൾട്ടിങ് ഇൻ ബവൽ ആക്സിഡൻസ്. അതായത് ഇന്നബിലിറ്റി ടു റീറ്റെയിൻ സ്റ്റൂൾ. നമ്മൾ എത്രത്തോളം പുഷ് ചെയ്താലും നമ്മുടെ മോഷൻ പുറത്തേക്ക് പോവാത്ത ഒരു കണ്ടീഷനാണിത്.
നമുക്ക് പക്ഷേ നമുക്ക് എന്താണ് മോഷൻ പുറത്തേക്ക് പോകണം എന്നുള്ള ശങ്ക നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ മോഷൻ പുറത്തോട്ട് പോകുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റാണ്, FOBT എന്നാണ് നമ്മൾ പറയുക. ഈ ഒരു ടെസ്റ്റിൽ എന്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫീസസിനുള്ളിൽ എന്തെങ്കിലും ബ്ലഡ് കണ്ടൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റൂളിനുള്ളിൽ ബ്ലഡ് സാധാരണയായിട്ട് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്. നമ്മൾ എന്താണ് 50 വയസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ ചിലർക്ക് ഇത്തരത്തിൽ നമ്മുടെ സ്റ്റൂളിൽ ബ്ലഡ് കാണപ്പെടാറുണ്ട്. അതുപോലെ നമുക്ക് അഡീഷൻ ടു ദ ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി ടെസ്റ്റ് എവറി 5 years ടു സ്ക്രീൻ ഫോർ കോളൻ ക്യാൻസർ ആൻഡ് പോളിപ്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റൂളിലൊക്കെ ബ്ലഡ് വരുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിഗ്മോയിഡോസ്കോപ്പി ടെസ്റ്റ് നമുക്ക് ചെയ്യാം ഓരോ 5 വർഷത്തിനിടയിൽ. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് നമുക്ക് കോളൻ ക്യാൻസറോ അല്ലെങ്കിൽ നമ്മുടെ കോളനിലുള്ള എന്തെങ്കിലും പോളിപ്സ് ഒക്കെ കാണപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് പറയുന്നത് ഫിസ്റ്റുലയാണ്. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇതൊരു അബ്നോർമൽ കണക്ഷനാണ്. അത് ഏത് തമ്മിലാണ് ഇത് കണക്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 internal organs ഓർ ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഇൻഡസ്റ്റൈൻ. നമുക്ക് 2 ഇൻറ്റേർണൽ ഓർഗൻസിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ 2 ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഇൻഡസ്റ്റൈനിലോട്ടാണ് നമ്മൾ ഈ ഒരു ഫിസ്റ്റുല ചെയ്യുന്നത്. ദിസ് ഈസ് എ കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ക്രോഹൻസ് ഡിസീസ്. ഇതെന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ട് നമുക്ക് ക്രോഹൻ ഡിസീസിൽ കാണപ്പെടുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷനാണ്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പിയാണ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഔട്ട് പേഷ്യൻറ്റ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് ഫ്ലെക്സിബിൾ സിഗ്മോയിഡോസ്കോപ്പി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സിഗ്മോയിഡോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. 1/2 ഇഞ്ചാണ് അതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രക്തത്തിനുള്ളിലോട്ട് കയറ്റുന്നു ആൻഡ് അഡ്വാൻസ് ഇറ്റ് ടു ലാർജ് ഇൻഡസ്റ്റൈൻ. എന്നിട്ട് അവിടെ നിന്ന് എങ്ങോട്ട് വിടുന്നത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട് കൊടുക്കുന്നു. ടു വ്യൂ ദ ലൈനിങ് ഓഫ് റെക്ടം and the lower third of the large intestine. നെക്സ്റ്റ് പറയുന്നത് ഫ്ലൂറോസ്കോപ്പിയാണ്. ഫ്ലൂറോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് എക്സ്റേ ടെക്നിക് ദാറ്റ് അലോസ് ദ ഫിസിഷ്യൻ ടു ഒബ്സർവ് ഹൗ എൻ ഓർഗൻ പെർഫോംസ് ഇറ്റ്സ് നോർമൽ ഫങ്ഷൻ. അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ ഓർഗൻസ് ഒക്കെ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ എടുക്കുന്ന ഒരു കണ്ടീഷനാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹൗ ദ ഈസോഫാഗസ് വർക്ക് ഡ്യൂറിങ് സ്വാലോയിങ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വാലോയിങ് സമയത്ത് നമ്മുടെ ഈസോഫാഗസ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലൂറോസ്കോപ്പി ടെസ്റ്റുകൾ ചെയ്യുന്നത്.